അനിലാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അനിൽ, അവസാന നിമിഷമാണ് അപ്രതീക്ഷിതമായി തിരിച്ചടി നമുക്ക് നേരിടേണ്ടി വന്നത്. എവിടെയോ പാളിച്ച പറ്റി എന്നത് ഉറപ്പാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിപ്പോ ഇത്ര ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ? അതെന്താ ചർച്ച ചെയ്യണ്ടേ? താങ്കൾക്ക് രാജ്യത്തിന് ഒളിമ്പിക്സ് മെഡൽ എന്നത് പ്രധാനപ്പെട്ട വിഷയമായി താങ്കൾക്ക് തോന്നുന്നില്ലേ? ഒളിമ്പിക്സ് കമ്മിറ്റി തീരുമാനിച്ചാൽ അതിന് ഭാരതം തിരിക്കണേ. ഭാരത് ഇവിടെ ഒഫീഷ്യലുകളല്ലേ കൂടെ ഉണ്ടായിരുന്നത്? അവർക്ക് എങ്ങനെ പെട്ടെന്ന് ഇന്നലെ രാത്രി 2 കിലോ കൂടി അവരുടെ ഭക്ഷണം നിയന്ത്രിക്കേണ്ടവരല്ലേ? പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാർലമെന്റിലല്ല, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇന്ത്യക്ക് അങ്ങനെ മെഡലുകൾ വാരിക്കൂട്ടുന്ന ഒരു രാജ്യമൊന്നുമല്ലല്ലോ. ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ചർച്ച ചെയ്യണം. ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ, തിരുത്തണ്ടേ? എങ്ങനെ തിരുത്താൻ പറ്റുക? അവരുടെ അടുത്ത് വെയിറ്റ് കൂടുതൽ വന്നു, അതുകൊണ്ട് എങ്ങനെ തിരുത്താൻ പറ്റും? അതെങ്ങനെ വെയിറ്റ് കൂടുതൽ വന്നു എന്ന് അറിയണ്ടേ? അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട്. അത് അവരന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കണം. രാജ്യത്തെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് രാജ്യത്തിന് ഒരു മെഡൽ. നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് അവരുടെ മെഡലിന് വേണ്ടി അത്രമേൽ തീവ്രമായി ആഗ്രഹിക്കുന്നതാണ്. ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചർച്ചയ്ക്ക് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ മോശം. മിസ്റ്റർ അനിൽ, താങ്കൾക്ക് രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ കിട്ടുന്നതിന് താങ്കൾക്ക് വിഷമം കാണും, അല്ലെങ്കിൽ താങ്കൾക്ക് മറ്റെന്തെങ്കിലും താല്പര്യം കാണും. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് അങ്ങനെയല്ല. അവർ ഒരു ഒളിമ്പിക്സ് മെഡലിലേക്ക് വലുതായി കാണുന്നവരാണ്, രാജ്യത്തിന്റെ അഭിമാനമായി കാണുന്നവരാണ്. സാർ ഒരു മിനിറ്റ് പറഞ്ഞോ. മഹാഭൂരിപക്ഷം ജനത വിചാരിച്ചാൽ തീരുമാനം മാറ്റാൻ പറ്റുന്ന കാര്യമാണോ അത്? അല്ലല്ലോ. പക്ഷെ അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ വികാരം പുറത്തറിയേണ്ടതുണ്ട്. ആരറിയിക്കുന്നത്? ഇത് പാരീസിലിരിക്കുന്ന ഒളിമ്പിക് കമ്മിറ്റി അറിയേണ്ടത്. അതൊക്കെ പാരീസിലിരിക്കുന്ന ഒളിമ്പിക്സ് കമ്മിറ്റി അല്ലല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിലടക്കം തീരുമാനങ്ങൾ വരണ്ടേ? ഇപ്പൊ അയോഗ്യയാക്കിയത് ഒളിമ്പിക് കമ്മിറ്റി അല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് അയോഗ്യയാക്കപ്പെട്ടെന്ന് പരിശോധിക്കണ്ടേ? ഭാവിയിൽ ഇത്തരം പിഴവുണ്ടാകാതെ മാറണ്ടേ? വെയിറ്റ് കൂടിയത് ആരുടെ കാരണം കൊണ്ടാണ്? ആരുടെ കാരണം കൊണ്ടാണ്? ആരുടെ കാരണം കൊണ്ടാണ്? താങ്കൾ പറയൂ. ഭാരതത്തിന്റെ കാരണം കൊണ്ടാണോ? കൂടെ ഉണ്ടായിരുന്ന ഒഫീഷ്യലുകളാണ് ഇത് നോക്കേണ്ടത്. ഒഫീഷ്യലാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യം. അപ്പൊ ഒഫീഷ്യലുകൾ അങ്ങനെ നോക്കേണ്ട, അത് പൊക്കോട്ടെ, നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വിട്ടേക്കാവില്ല. എന്ത് വിഷയമാണ് പിന്നെ താങ്കൾക്ക് പറ്റി? അവരുടെ അടുത്ത് തകരാറ് പറ്റി, ഓഫീഷ്യൽസിന്റെ അടുത്ത് തകരാറ് പറ്റി. തകരാറ് പറ്റിയത് എങ്ങനെയെന്ന് പരിശോധിക്കണ്ടേ? ആദ്യം ശ്രദ്ധിക്കണമായിരുന്നു. നമ്മളിത് ചർച്ചയ്ക്കിടേണ്ട കാര്യം എന്താണ്? പിന്നെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? താങ്കൾക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഇന്ന് എന്ത് വിഷയം തോന്നുന്നത്? ഒരു ഒളിമ്പിക്സിൽ ഒരാൾക്ക് ഭാരം കൂടി താങ്കൾക്ക് ഒളിമ്പിക്സിലെ മെഡൽ കിട്ടുന്നതൊക്കെ മലപ്പുറത്ത് നിന്നുള്ള ശ്രീ അനിലിന് അതൊരു ചെറിയ കാര്യമായി തോന്നിയേക്കാം. പക്ഷേ ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുന്നില്ല. ചർച്ച ചെയ്തിട്ട് കാര്യം ഉണ്ടെങ്കിൽ തിരക്കിടില്ല. അല്ല, താങ്കൾ ഇത് ചർച്ച ചെയ്യണം. എന്നാൽ ലോകത്ത് ഏത് കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്? താങ്കൾക്ക് ഏത് പ്രധാനപ്പെട്ട വിഷയം താങ്കൾ പറയൂ. ഈ ഒരു വിഷയമാണ് ഇപ്പൊ പ്രധാനപ്പെട്ടത്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ മെച്ചം? രാജ്യത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനാ നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലല്ലോ. പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. രാജ്യത്തിന് നാണക്കേട് ഉണ്ടാവരുത്. ഞാനൊരു അവസരം തരാം. നിങ്ങളൊന്ന് പരിഹരിക്കപ്പെട്ടെ. വിനീഷ് ഫോഗോട്ടിനെ വീണ്ടും ഒളിമ്പിക്സിൽ വീണ്ടും പങ്കെടുപ്പിക്കുക എന്നുള്ളതല്ല. എവിടെയെന്നോ വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ച ആരുടെ ഭാഗത്ത് നിന്നാണെന്ന് കണ്ടെത്താൻ കഴിയണം. ആ വീഴ്ച ഭാവിയിൽ ഉണ്ടാവാൻ തിരുത്താൻ കഴിയണം. ഗുസ്തിയിൽ ഇപ്പൊ പരിഹരിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഗുസ്തിയിൽ പരിഹരിക്കാനല്ലോ. താങ്കൾ പറയുന്നതിന്റെ വികാരം താങ്കൾക്ക് മറ്റെന്തോ താല്പര്യമുള്ളതുകൊണ്ടാവും താങ്കൾ അങ്ങനെ പറയുന്നത്. അല്ലാതെ താങ്കൾ ഒരു നിഷ്കളങ്കമായി പറയുന്നതാണെന്ന് പറയുന്നത് തൽക്കാലം വിശ്വസിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഓക്കെ. എന്തായാലും അപൂർവം ചില 1-2 പേരൊഴിച്ച് ബാക്കിയുള്ള മഹാഭൂരിപക്ഷം പ്രേക്ഷകരും സമാനമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. സാധാരണ മനുഷ്യർക്കെല്ലാം തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയിൽ വിനേഷ് ഫോഗട്ട് ഒരു സ്വർണം നേടുമെന്ന്. ആ സ്വർണത്തിനരികെയാണ് വലിയ പോരാളിയായ ആ സ്ത്രീ നിന്നത്. ആ സമയത്താണ് ഈ വലിയൊരു വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായതും അവർക്ക് അപ്രതീക്ഷിതമായി വലിയൊരു തിരിച്ചടി പോലെ തന്നെ അവർക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത്, ഇതിൽ മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നതടക്കം അന്വേഷിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വീഴ്ച ഉണ്ടായി എന്നത് അറിയണം, അത് തിരുത്തേണ്ടതാണ് എന്നടക്കം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും അവരുടെ നിരാശയും സങ്കടവും വിഷമവും ഒക്കെയാണ് പ്രകടിപ്പിച്ചത്. എന്തായാലും